ഈ രാഷ്ട്രീയക്കാരെല്ലാവരും കൂടി ഒരു പൊതു തീരുമാനം എടുക്കണം, പ്രത്യേകിച്ച് BJPക്കാർ. അത് വേറൊന്നുമല്ല, ഈ ജീവിതകാലം മൊത്തം പദവിയുടെ സുഖമൊക്കെ അനുഭവിച്ച ശേഷം പിന്നീട് വേറെന്തെങ്കിലും ഒരു സുഖസമൃദ്ധമായ ലാവണം തേടി അത്രയും നാളത്തെ മുഷ്കും മൂരാച്ചിത്തരവും എല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്ക് അങ്ങ് ആവേശം കൊണ്ട് വാരിയെടുത്ത് തോളിലിരുത്തിയാൽ അവസാനം പെടലി തിരിക്കുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും. ഇപ്പം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീലേഖ മാഡത്തിൻ്റെ പ്രവർത്തനം പെടലി തിരിക്കുന്ന പ്രവർത്തനമാണ്. ഒരുപാട് നാൾ ഈ കുട്ടികൾ ഉണ്ടാകാതിരുന്നുണ്ടാകുമ്പോൾ വളരെ ഉണ്ടാകുന്ന കുട്ടിയെ ഭയങ്കര ആവേശത്തോടെ വാരി പുണർന്ന് അമർന്ന് ഒക്കെ കൊണ്ടു നടക്കുന്നത് പോലെ വലിയ ആഘോഷമായിരുന്നു ഈ ശ്രീലേഖ IPS എന്ന് പറയുന്നവർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. BJPയിലേക്ക് വരാൻ വേറെ യോഗ്യതയൊന്നും അവർ പരിശോധിക്കാറില്ല. അവരാകെ പരിശോധിക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിം വിരോധം പറയുന്നോ വിദ്വേഷം പറയാൻ താല്പര്യമുണ്ടോ, അങ്ങനെ വിദ്വേഷത്തിന് മിടുക്കനാണോ, ഇതാണ് ഒരു പ്രാഥമിക യോഗ്യത. പിന്നെ അത് മാത്രമല്ല, അതിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പറയുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. കണ്ടില്ലേ, ഒച്ച വെച്ച് അലറി വിളിച്ച് ഭ്രാന്തന്മാരെ പോലെയും പേപ്പട്ടിയെപ്പോലെയും അലറി വിളിച്ച് ആളുകൾ ആവേശം കൊണ്ടിരുന്ന റോബിൻ രാധാകൃഷ്ണൻ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി മാറി വേറെ ഏതോ ലോകത്തേക്ക് എത്തിച്ചേർന്നു. പിന്നെ നമ്മുടെ അഖിൽ മാരാർ മതേതരത്വത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും കഴുകാത്ത കതർ കോണകം കെട്ടിക്കൊണ്ട് നടന്ന ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ പോസ്റ്റർ കീറാൻ മലപ്പുറത്തുനിന്ന് ആൾ വന്നു എന്നാണ് ആ ബാക്കി എന്താ വിളിക്കേണ്ടതെന്നുള്ളത് നമുക്ക് തൊപ്പിയോട് ചോദിക്കാം. തൊപ്പിയാണ് മാരാർക്ക് പേരിടുന്ന ആൾ. ഏതായാലും അങ്ങനെയാണ് അതിൻ്റെ യോഗ്യത. അങ്ങനെയാണ് ശ്രീലേഖ ചേച്ചിയും അതിലേക്ക് എത്തിച്ചേർന്നത്. ചേച്ചി എത്തി, ആദ്യം തന്നെ റെഡിയായി, അങ്ങോട്ട് പോസ്റ്റ് കിട്ടി, എന്തൊക്കെയോ ആയിത്തീരാൻ വേണ്ടി രാജ്യസഭയൊക്കെ മോഹിച്ചു വന്നതായിരുന്നു. ഗവർണർ ആകാൻ കൊതിച്ചിട്ടുണ്ടാവും. ഏതായാലും വന്ന കൂട്ടത്തിലായതൊരു കൗൺസിലറാണ്. അപ്പോഴത്തേക്ക് പിന്നെ മേയർ ആകണം, ഡെപ്യൂട്ടി മേയർ ആകണം, അതിനെന്തെല്ലാം അഭ്യാസങ്ങൾ, സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോക്ക്, തെക്കോട്ട് പോക്ക്, വടക്കോട്ട് പോക്ക്, പിന്നെ അതിൻ്റെ വിശദീകരണം. ഏറ്റവും ഒടുവിൽ എന്തായാലും അവർ രാജേഷിനെ അങ്ങാക്കി. അപ്പോഴും കലിപ്പ് തീരാതെ നിൽക്കുകയായിരുന്നു. ഇനി വട്ടിയൂർക്കാവ് പിടിച്ചേ അടങ്ങത്തുള്ളൂ. കാരണം അവിടെ എന്തോ വോട്ട് ഭൂരിപക്ഷം കിട്ടി. പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് കൂടുതൽ വന്നതുകൊണ്ട് അവിടുന്ന് ഇനി MLA ആയേ പറ്റൂ എന്ന് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി പിടിച്ചാണ് അത് വാങ്ങിച്ചത്. വാങ്ങിച്ച അന്ന് മുതൽ തലവേദനയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ തലവേദനയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ജയശങ്കർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വന്ന് മീറ്റിംഗ് നടത്തിയപ്പോൾ ശ്രീലേഖ മാഡത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചില്ലത്രേ. രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ട് പുണങ്ങിപ്പോയവരെ പിന്നെ തിരിച്ചു പിടിച്ചെല്ലാവരും കൂടെ കൊണ്ടുവന്നിരുത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത കണ്ടു. അയ്യോ, എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. സത്യത്തിൽ ഒരു ആളിൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും അവർ പെട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞാൽ പെടാപ്പാട് പെട്ട് കിടക്കുക. അവർ സഹിച്ച് നമ്മൾ സാറിന് പറയത്തില്ലേ, നാറാണക്കല്ല് വരെ കണ്ടു എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സംഗതി ചിരിക്കാനുണ്ട്, നല്ല കോമഡിയുമാണ്. അവിടുത്തെ ഇലക്ഷൻ ഒന്നും സംഭവിക്കില്ല, പക്ഷേ എന്തൊക്കെയോ ആണ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രകടനവും ആ ഡാൻസും സംഗതിയൊക്കെ. അതുകൊണ്ട് BJPക്കാരോടും എല്ലാ പാർട്ടിക്കാരോടും പറയുന്നത്, ഈ മൂരാച്ചിത്തരത്തിൻ്റെ പ്രായമൊക്കെ വന്ന് എവിടെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഴയ കാലത്തെ വീരകഥകളും കള്ളക്കഥകളുമൊക്കെ വിളമ്പി ജീവിക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷികളെ പിടിച്ച് കൂട്ടത്തിലിട്ട് തലവേദന ഉണ്ടാക്കരുത്. അതിന് പറ്റുന്ന ആളുകളാണ് സെൻകുമാറും ശ്രീലേഖ ചേച്ചിയൊക്കെ. IPS എന്ന് പറയുന്നത് ഭയങ്കര ഇലുമ്പൊലക്കയോ ആനയോ ഒന്നും അല്ലെന്നാണ് ഇവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം.